നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ ദേശീയ റോഡ് സുരക്ഷാ വാരാചരണം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ് ഇൻസ്പെക്ടർ ഷക്കീർ പി.കെ. പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിബിൻ മോഹൻ റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള സെമിനാർ നയിച്ചു. ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ ദേശീയ റോഡ് സുരക്ഷാ വാരാചരണം ആരംഭിച്ചു. റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ് ഇൻസ്പെക്ടർ ഷക്കീർ പി.കെ. പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസ്ലി അധ്യക്ഷത വഹിച്ചു. സീനിയർ CPO ബിബിൽ മോഹൻ റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള സെമിനാർ നയിച്ചു. ഇതില് ഡ്രൈവിംഗ് അറിയാവുന്നവരൊന്ന് കൈവയ്ക്കേ, ശരിക്കും കൈവയ്ക്കട്ടെ. ഡ്രൈവിംഗ് അറിയാവുന്ന സ്മാർട്ടായിട്ടുള്ള എത്ര പേരുണ്ട്? കൈവയ്ക്കേ, ശരിക്കും കൈവയ്ക്കുക. അങ്ങനെയല്ല, ഇങ്ങനെയൊന്നുമല്ല, ഇങ്ങനെ ഫുൾ കൈവയ്ക്ക്. ഒന്ന് എഴുന്നേറ്റുന്നേ. ഡ്രൈവിംഗ് അറിയാവുന്ന മിടുക്കന്മാരൊക്കെ ഒന്ന് എഴുന്നേറ്റുന്നേ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഡ്രൈവിംഗ് പഠിച്ചത്? സംസാരിക്കല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചത്? എന്തുകൊണ്ടാ? നിങ്ങളുടെ രക്ഷകർത്താക്കൾക്ക് നിങ്ങളോടുള്ള സ്നേഹം ഇതിൽ നിന്ന് നമുക്ക് അളക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? 18 വയസ്സാവുന്നതിന് മുന്നേ നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചു. നിങ്ങൾ പൊതു റോഡിലൂടെ ഡ്രൈവിംഗ് ഓടിച്ചല്ലേ പഠിച്ചത്? അല്ലെങ്കിൽ പൊതു റോഡിലൂടെ വീട്ടിൽ പാല് വാങ്ങിക്കാനോ പച്ചക്കറി വാങ്ങിക്കാനോ നിങ്ങളെ രക്ഷകർത്താക്കൾ നിങ്ങൾ അയക്കാറില്ലേ? ഇല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിച്ചത്? നേരത്തെ പഠിച്ചു വെച്ചാണോ? 18 വയസ്സാവുമ്പോൾ ലൈസൻസ് എടുക്കാൻ വേണ്ടി നേരത്തെ പഠിച്ചു വെച്ചു അല്ലേ? ഇപ്പൊ +1 നിങ്ങൾ, അതോ +2? +2. അപ്പോൾ മാഡത്തിനോട് പറഞ്ഞിട്ട് ഡിഗ്രിയുടെ പുസ്തകങ്ങളെല്ലാം നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾ അതെല്ലാം ഇപ്പോഴേ പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ നാളെ നിർമ്മലയിലോ ന്യൂമാനിലോ MA കോളേജിലോ ഒക്കെ പോകുമ്പോൾ അഡ്വാൻസ് ആയിട്ട് പഠിച്ചു വയ്ക്കാൻ പറ്റും അല്ലേ? അങ്ങനെ അഡ്വാൻസ് ആയിട്ട് പഠിച്ചു വെച്ചാണോ? വിദ്യാർത്ഥികൾ സൃഷ്ടിച്ച പോസ്റ്ററുകൾ റോഡ് സുരക്ഷയുടെ വിവിധ വശങ്ങൾ ചിത്രീകരിച്ച് പങ്കെടുത്തവർക്ക് ശക്തമായ സന്ദേശം നൽകി. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് സ്കൂളിനകത്തും പുറത്തും റോഡ് സുരക്ഷയുടെ സന്ദേശം പ്രചരിപ്പിച്ച് പൊതുജന ബോധവൽക്കരണ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു. സ്കൗട്ട് മാസ്റ്ററായ ഡാർവിൻ വിജയും ഗൈഡ് ക്യാപ്റ്റനായ ഷീബ ജോണുമാണ് റോഡ് സുരക്ഷാ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.